ഏവർക്കും കേരള കരിയർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ എത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ കീഴിൽ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 065/2024 ജനറൽ കാറ്റഗറി എന്ന വിഭാഗത്തിലാണ് PSC മുഖാന്തരമാണ് നിയമനങ്ങൾ നടത്തുന്നത്. ശമ്പളം 16,500 മുതൽ 44,050 രൂപയായിരിക്കും പ്രസ്തുത പോസ്റ്റിലേക്കുള്ള ശമ്പളം എന്നുള്ളത്. ഏകദേശം 125ഓളം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആനുപാതികമായിട്ട് ഒഴിവുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അതുകൂടി ഇതിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതാണ്. ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് ലഭിക്കുന്നത്. പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി എന്നുള്ളത് 18 വയസ്സിനും അതുപോലെ തന്നെ 40 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ബിരുദധാരികളായിട്ടുള്ള ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുകയുമില്ല. വലിയൊരു അവസരമാണ് ബിരുദധാരികളല്ലാത്ത എന്നാൽ 7ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ ഒരു പോസ്റ്റ് സമ്മാനിക്കുന്നത്. ബിരുദധാരികളല്ലാത്ത ആളുകൾക്ക് ഒരു ജോലി നേടാനുള്ള ഏറ്റവും നല്ല അവസരവും കൂടിയാണ് ഈ ഒരു പരീക്ഷ എന്ന് കൂടി പറയട്ടെ. പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ വേണ്ടി കേരള PSCയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ മുഖാന്തരം നേരത്തെ പറഞ്ഞ കാറ്റഗറി നമ്പർ അടിച്ചുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. പ്രസ്തുത അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15/5/2024 ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ്. അതായത് മെയ് മാസം 15ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. വീണ്ടും പറയട്ടെ, ബിരുദധാരികളായിട്ടുള്ള ആളുകൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 7ാം ക്ലാസ് പാസ്സായ മുഴുവൻ ആളുകൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 065/2024 നിലവിൽ ഇപ്പോൾ 125 ഒഴിവുകളോളമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റാണ്. പ്രസ്തുത ശമ്പളം നേരത്തെ പറഞ്ഞതാണ് 16,500 മുതൽ 44,050 വരെയാണ് ശമ്പളം ഉണ്ടാവുക. നിലവിലെ വിജ്ഞാപനം അനുസരിച്ച് റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ 3 വർഷം വരെ നിലവിലുള്ള ഇപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 125 ഒഴിവുകൾ എന്നുള്ളത് ഇനിയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകളും അപേക്ഷകൾ സമർപ്പിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിൽ 4% ഒഴിവുകൾ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം പറയുകയാണ്. നിലവിലിപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് ഇനി റിപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒഴിവുകളിൽ 4%ഓളം ഒഴിവുകൾ ഭിന്നശേഷി ആയിട്ടുള്ള ആളുകൾക്ക് കൂടി റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷി വിഭാഗക്കാർ എന്നിവർക്ക് നിയമാനുസൃതമായിട്ട് അനുവദനീയമായിട്ടുള്ള വയസ്സിളവുകൾ പ്രസ്തുത പോസ്റ്റിലേക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ, മുഴുവൻ ആളുകളും പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുക. PSC നോട്ടിഫിക്കേഷൻ്റെയും അതുപോലെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള വെബ്സൈറ്റിൽ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതൊരു അവസരമായി കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയ തൊഴിൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.